ബിഗ് ബോസ് മലയാളം സീസൺ 7 രണ്ടാമത്തെ ദിവസത്തെ ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ ഒന്നിതാണ്. ബിഗ് ബോസ് വീട്ടിലെ അനീഷിൻ്റെ കുതന്ത്രങ്ങളിൽ ഒന്നിനെ വളരെ സിമ്പിളായി പൊളിച്ച് RJ ബിൻസി. കാര്യം ഇങ്ങനെയാണ്: ബിഗ് ബോസ് വീട്ടിൽ പണിപ്പുര ടാസ്കിന് വേണ്ടി ഉള്ള അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നു. ബിഗ് ബോസ് അതിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തി. ബിഗ് ബോസ് വീട്ടിൽ നിലവിലുള്ള നോമിനേഷനിൽ പെടാത്ത 2 പേരെ പണിപ്പുര ടാസ്കിന് വേണ്ടി അകത്തേക്ക് വിടാനായിട്ട് എല്ലാവരും ചേർന്ന് തീരുമാനിച്ചയക്കാൻ പറയുന്നു. ഈ സമയം അവർ 2 മത്സരാർത്ഥികളെ തീരുമാനിക്കുന്നു. എല്ലാവരും ചേർന്നുള്ള തീരുമാനമായിരിക്കണമെന്ന് ബിഗ് ബോസ് പറയുന്നതോടെ എല്ലാവരുടെ അഭിപ്രായം കേൾക്കാൻ തീരുമാനിക്കുന്നു. സാധാരണ അഭിപ്രായം കേൾക്കാനായിട്ട് ഓരോരുത്തരും മുൻപിൽ വന്നു നിന്ന് അവരുടെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവർ ശ്രദ്ധിക്കപ്പെടും എന്നതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ക്യാപ്റ്റൻ ഓരോരുത്തരുടെയും അടുത്തേക്ക് ചെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു പോകാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുക ക്യാപ്റ്റനാണ്. ശ്രദ്ധ കിട്ടുന്നതും ക്യാപ്റ്റനാണ്. ഇത് 1-2 പേരോട് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഈ കാര്യം മനസ്സിലാക്കിയ RJ ബിൻസി പെട്ടെന്ന്, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ഇവർ തീരുമാനിച്ചത് 3 പേരെയായിരുന്നു. ആദ്യം തീരുമാനിച്ചത് ആദില നൂറ ടീമിനെയായിരുന്നു. ആദില നൂറ ടീം പോകണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കാൻ ബിൻസി പറയുന്നതോടെ വീട്ടിലുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികൾ കൈപൊക്കുന്നു. വീണ്ടും രണ്ടാമതായിട്ട് തീരുമാനിച്ചത് അക്ബർ ഖാനെയായിരുന്നു. അക്ബർ പണിപ്പുരയിലേക്ക് പോകാൻ ഇഷ്ടമുള്ളവർ കൈപൊക്കാൻ പറയുമ്പോൾ വീട്ടിലുള്ള അംഗങ്ങളെല്ലാവരും കൈപൊക്കുന്നു. അതോടെ നമ്മളുടെ ആവശ്യം കഴിഞ്ഞില്ലേ, എല്ലാവരും അംഗീകരിച്ചല്ലോ, ഇനി അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തവർ 2 പേരുമല്ലേ, ഇനി ചോദിക്കേണ്ടതില്ലല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും അടുത്തുപോയി ക്യാപ്റ്റൻ ചോദിച്ച് ക്യാപ്റ്റൻ സ്റ്റാർ ആകുന്ന ആ ഒരു ഗെയിം സ്ട്രാറ്റജി മാറ്റി വളരെ പെട്ടെന്ന് ആ ഗെയിം സ്ട്രാറ്റജി പൊളിച്ചെഴുതി ക്യാപ്റ്റന് ഈ വിഷയത്തിൽ ഷൈൻ ചെയ്യാനും അതിനിടയിൽ ഗെയിം കളിക്കാനുമുള്ള അവസരം ഇല്ലാതാക്കി കൊടുത്തിരിക്കുകയാണ് ബിൻസി.